നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിക്കുന്നുണ്ട് മത്താ അകൂനു സ്വാലിഹ, ഞാനെപ്പോഴാണ് സ്വാലിഹാവോ നബിയെ? അപ്പോൾ പറഞ്ഞത് നിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നിന്നെക്കുറിച്ച് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ആയി എന്ന് പറഞ്ഞാൽ ഒരാളുടെയും കണ്ണീരിൽ നമ്മുടെ പേരുണ്ടാവരുത്. ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ, ഗുരുനാഥൻ, ടീച്ചർ, സ്റ്റാഫ്, ഇപ്പം നന്നായിട്ട് സ്വതക്ക ചെയ്യുന്ന ഒരു പ്രമാണി, ഒരു ഹാജിയാർ. പക്ഷെ അയാൾ സ്വന്തം കമ്പനിയിൽ സ്റ്റാഫിന് മര്യാദയ്ക്ക് സാലറി കൊടുക്കണില്ലെങ്കിൽ അയാളെങ്ങനെ സ്വാലിയാവുന്നത്? അയാൾ സ്വതക്ക ചെയ്യുന്നു, സംഭാവന ചെയ്യുന്നു, പക്ഷെ അത് പോരാ. ഈ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്നുള്ളത് തൊഴിലാളി ദിനത്തിന് സ്റ്റാറ്റസ് വെക്കാനുള്ള ഹദീസല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ കാണിക്കാനുള്ളല്ലോ. നാടെങ്ങും നമ്മൾ ഒരുപാട് സംഭാവന ചെയ്യുന്നു, പിന്നെ വീട്ടുകാർക്ക് മര്യാദയ്ക്ക് ചെലവിന് കൊടുക്കണില്ല, അത് സ്വാലിഹല്ല. അപ്പോൾ സ്വാലിഹാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള ഇബാദത്തൊക്കെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുക, ഫർള് കറക്റ്റ് നിർവഹിക്കുക. എല്ലാ സുന്നത്തും എല്ലാവർക്കും എടുക്കാൻ കഴിഞ്ഞോളന്നില്ല. അതോടൊപ്പം തന്നെ ഒരാളും എന്നെ കൊണ്ട് ഒരിടങ്ങേറും ഉണ്ടാവാതിരിക്കുക. അപ്പോഴാണ് ഒരാൾ സ്വാലിഹാവുന്നത്.